പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുഭാര്യത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചുരുങ്ങിയ രൂപത്തിൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇസ്ലാമിക വിമർശകർ ഇസ്ലാമിനെ വിമർശിക്കാൻ വല്ല പഴുതുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അതുമൂലം ഉണ്ടാകുന്ന ചില പൊള്ളയായ വാദങ്ങളാണ് നമ്മളെ ഈ ചർച്ചയിലേക്ക് എത്തിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 13 ഭാര്യമാരെ വിവാഹം കഴിച്ചിട്ടുണ്ടല്ലോ. അതെ, ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 13 ഭാര്യയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിച്ച ഈ 13 ഭാര്യമാർ, അതിൽ ആകെ ഒരു ഭാര്യ മാത്രമാണ്, അഥവാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് 50 വയസ്സ് വരെ നബി തങ്ങളോട് കൂടി ഉണ്ടായിരുന്നത്. അഥവാ ഒരു മനുഷ്യൻ്റെ സ്ത്രീയോടുള്ള താല്പര്യപ്പെടുന്ന ആ പ്രായം, യുവപ്രായം, ഏകദേശം 20 മുതൽ 50 വയസ്സ് വരെയുള്ള പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകെ ഒരു ഭാര്യയെ മാത്രമാണ് വിവാഹം കഴിച്ചത്. അതിനാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ത്രീയെ ആഗ്രഹിക്കുന്നവരായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷമുള്ള ഭാര്യമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം കഴിച്ചത് അതിനിക്ക് പ്രത്യേകമായ കാരണങ്ങളും അവസ്ഥകളും പശ്ചാത്തലങ്ങളും ഉണ്ട്. സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത് ഓരോ തക്കതായ കാരണങ്ങളുണ്ട്. സൈനബ ബിൻത്ത് ഖുസൈം റളിയല്ലാഹു അൻഹ അവർ വിവാഹം ചെയ്തത് അവരുടെ ഭർത്താവ് നബി തങ്ങളുടെ കൂടെ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കുകയും അവർ വഫാത്താവുകയും ചെയ്തു. അതുമൂലം അവരെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിവാഹം ചെയ്തത്. പിന്നെ സൗദ റളിയല്ലാഹു അൻഹ അവർ വിവാഹം ചെയ്ത് അവരുടെ ഭർത്താവ് മുത്തുനബിയുടെ കൂടെ ഹബിഷയിലേക്ക് ഹിജ്റ പോവുകയും അവിടെ നിന്ന് മരണപ്പെടുകയും ചെയ്തു. അത് കാരണം അവർ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവർ വിവാഹം ചെയ്തത്. പിന്നെ ഹഫ്സ റളിയല്ലാഹു അൻഹ ഇസ്ലാമിലെ വീരനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. അവരുമായിട്ട് ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കൽ ഈ വിവാഹം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ സൈനബ റളിയല്ലാഹു അൻഹുവിൻ്റെ വിവാഹം, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രായം 60 വയസ്സാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഒരു ആഗ്രഹം കൊണ്ട് ചെയ്ത വിവാഹമല്ല, ഓരോ സാഹചര്യം കൊണ്ട് തക്കതായ കാരണങ്ങൾ കൊണ്ട് ചെയ്ത വിവാഹമാണ് ഇത്. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകുമുൻ നിസാഉ വത്തീബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ സ്ത്രീകളെയും സുഗന്ധത്തെയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞ ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളോട് താല്പര്യമുള്ളവരാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ? ഇല്ല, നമുക്ക് അങ്ങനെ ഒരിക്കലും നബി തങ്ങൾ സ്ത്രീകളോട് ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് ആ ഒരു ഹദീസിൽ നിന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല. കാരണം ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ പറഞ്ഞ സാഹചര്യം അത് നാം മനസ്സിലാക്കണം. ആ സാഹചര്യവും പശ്ചാത്തലങ്ങളും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമാണ് ആ ഒരു ഹദീസിനെ ശരിയായ രൂപത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം 6-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടം ചരിത്രകാരന്മാർ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ച കാലഘട്ടം. സ്ത്രീയെ ഉപഭോഗവസ്തു മാത്രമായിട്ട് കണ്ടിരുന്ന ആ കാലത്ത് സ്ത്രീക്കൊരു അവകാശം ഉണ്ടായിരുന്നില്ല. സ്ത്രീ ഒരു പിതാവിന് ഒരു മകൾ ജനിക്കുക എന്നത് അദ്ദേഹത്തിന് അഭിമാനക്കേടാണ്. അപ്പോൾ സ്ത്രീക്ക് അവകാശമുണ്ട്, പുരുഷന്മാരെ പോലെ സ്ത്രീക്ക് അവകാശമുണ്ട്, സമൂഹത്തിൽ സ്ഥാനമുണ്ട് എന്നൊക്കെ പ്രസ്താവിക്കാൻ വേണ്ടി, അന്ന് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു
വചനം നബിതങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുഭാര്യത്വം സ്വീകരിച്ചത് ചില കാരണങ്ങൾക്ക് വേണ്ടിയാണെന്ന് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ ആ ഹദീസിന്റെ വ്യാഖ്യാനം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൽ സ്ത്രീകൾക്കുള്ള വിലയെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണെന്നും ബോധ്യപ്പെട്ടു. എന്നാൽ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ ചെറുപ്രായത്തിൽ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തു. അതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തത് 6-ാമത്തെ വയസ്സിൽ. അവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത് 9-ാമത്തെ വയസ്സ്. ആയിഷ ബീവിയെ പറ്റി പറയുമ്പോൾ അധിക ബുദ്ധിമതിയും പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയും വളർച്ചയും ഒക്കെയുള്ള മഹദിയാണ് ആയിഷ ബീവി. ഒരു പക്വവതിയായിരുന്നു ആയിഷ ബീവി. അതുകൊണ്ട് തന്നെ ഒരു വിവാഹത്തിന് യോജിച്ച ഒരു ശാരീരിക പ്രകൃതിയും മാനസിക പ്രകൃതിയും എല്ലാം ഉണ്ടായിരുന്നു ആയിഷ ബീവി. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പക്കാരിയായ 6 വയസ്സ് മാത്രമുള്ള ആയിഷ ബീവിയെ കല്യാണം കഴിച്ചതിൻ്റെ പ്രധാന കാരണം സമൂഹത്തിലേക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ ചെറുപ്രായത്തിലുള്ള ആ ബുദ്ധിയിൽ സ്ഥിരപ്പെടാൻ വേണ്ടിയാണ് ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചത്. ഇസ്ലാമിനിക്ക് ഒരുപാട് ഹദീസുകൾ, ഒരുപാട് നിയമങ്ങൾ, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ഗുണങ്ങൾ ആ കല്യാണ മുഖേന ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2200-ൽ-അധികം ഹദീസുകൾ ബഹുമാനം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ആധുനിക കാലവുമായിട്ട് അതിന് ബന്ധമുണ്ടോ? തീർച്ചയായും. ആധുനിക കാലത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും ഒരാൾ ആയിഷ ബീവിയുടെയും നബിതങ്ങളുടെയും ആ സൗഹൃദത്തിൻ്റെ ഹദീസുകൾ വായിക്കുകയാണെങ്കിൽ ആ പിണക്കത്തിന് ഒരു അർത്ഥവും ഉണ്ടാവുകയില്ല. കാരണം ഒരു ഹദീസിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഓട്ട മത്സരം വരെ നടത്തിയിട്ടുണ്ട്. ആ സന്തോഷം എത്രത്തോളം പ്രകടിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു മാംസ കഷ്ണം കടിച്ചു നബി തങ്ങളിലേക്ക് കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി കടിച്ച ആ ഒരു സ്ഥലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റും. ഭാര്യയെ നമുക്ക് എല്ലാത്തിനും നമുക്ക് അവകാശമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി, നമുക്ക് വേണ്ടി നമ്മളെ മനസ്സിലേക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പക്കാരിയായ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത്. തീർന്നില്ല. ആയിഷ ബീവിയെക്കുറിച്ചും നമുക്ക് അങ്ങനെ അപവാദം പറയാൻ സാധിക്കുകയില്ല. കാരണം ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന് ശേഷം 60ഓളം വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒരാളോടും കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിഷ ബീവിയും അങ്ങനെയായിരുന്നില്ല. അതിനു പുറമെ സ്വഹാബികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കിയ, നേരിട്ട് നബി തങ്ങളുടെ ജീവിതത്തെ പാഠം ഉൾക്കൊണ്ട ആയിഷ ബീവിയുടെ ഫത്വയാണ് ശേഷം സ്വഹാബികൾക്ക് ഉണ്ടായത്. പ്രിയമുള്ളവരെ, പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇസ്ലാമിനെതിരെയുള്ള ഇങ്ങനെയുള്ള വിമർശനങ്ങൾക്കൊന്നും എല്ലാത്തിനും തക്കതായ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വിമർശനങ്ങളൊന്നും അതിലേക്ക് അതിയായ പ്രസക്തിയൊന്നുമില്ല എന്ന് നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കേട്ടവർക്കും വീക്ഷിച്ചവർക്കും വിധിയെഴുതിയവർക്കും ഒറ്റവാക്കിൽ നന്ദി. നിർത്തുന്നു. അസ്സലാമു അലൈക്കും.